പ്രായപൂർത്തിയായ ഒരു സ്ത്രീ ഹിജാബ് ഇസ്ലാമികമായ വസ്ത്രം ധരിക്കണോ ധരിക്കണ്ടയോ എന്ന ഒരു ചർച്ചയേയില്ല. പ്രായപൂർത്തിയായ ഒരു സ്ത്രീ അവൾ മുസ്ലിം ആണെങ്കിൽ അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തീർച്ചയായും അവൾ ഇസ്ലാം നിർദ്ദേശിച്ച അതേ വസ്ത്രധാരണ രീതികൾ സ്വീകരിക്കൽ നിർബന്ധമാണ്. ലോകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇസ്ലാമിക വിഭാഗങ്ങളും ഉണ്ടെങ്കിലും അവരിലാരിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത, സഹാബത്ത് മുഴുവനും ഏകോപിപ്പിച്ച, ലോകത്തുള്ള എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും ഒന്നിച്ചു പറഞ്ഞ 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ് ഒരു സ്ത്രീയുടെ ഇസ്ലാമികമായിട്ടുള്ള ഹിജാബ് വസ്ത്രധാരണം. അത് അവൾക്ക് നിർബന്ധമാണെന്നാണ്. ഹിജാബ് ഫർലുൻ വാജിബുൻ അലൽ മർഅത്തിൽ മുസ്ലിമ അൽ ബാലിഗ. പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് നിർബന്ധമാണ് ഇസ്ലാമികമായ വസ്ത്രധാരണങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. അത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് അള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞു. ഒന്ന് സൂറത്ത് അഹ്സാബാണ്. ആ സൂറത്ത് അഹ്സാബിലെ 59-ാമത്തെ ആയത്താണ്. യാ അയ്യുഹൻ നബിയു ഖുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. ഓ പ്രവാചകരെ, താങ്കൾ താങ്കളുടെ ഭാര്യമാരോടും താങ്കളുടെ പെൺമക്കളോടും സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും താങ്കൾ പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. അവിടെ ജിൽബാബുകളെ, അവിടെ മൂടുപടങ്ങളെ, അവിടെ വസ്ത്രത്തെ അവരെന്ത് ചെയ്യണം? താഴ്ത്തിയിടണം. അപ്പോൾ ദേഹം മുഴുവൻ മറയുന്ന ഒരു വസ്ത്രം ജിൽബാബ് ഒരു ഗൗണാണ്. മൂടുപടം എന്ന് പറഞ്ഞാൽ ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വസ്ത്രങ്ങളും കാര്യങ്ങളുണ്ടോ അതിനെ മുഴുവനും കവർ ചെയ്യുന്ന ഒരു ഹിജാബ്, ഒരു വസ്ത്രം അവൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബ് 59-ലുണ്ട്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്ത് നൂർ 31 കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പ്രവാചകരെ താങ്കൾ പറയണം, അവിടെ കണ്ണുകളെ താഴ്ത്തണം, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ദഹറ മിൻഹാ. പ്രത്യക്ഷമായതായ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കണമെന്ന് അവരോട് പറയണമെന്ന്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പ്രത്യക്ഷമായി ഇത്രയും വ്യക്തമായി 2 സ്ഥലത്ത് ഈ കാര്യം പറഞ്ഞാൽ ഒരു പ്രായപൂർത്തിയായ അല്ലെങ്കിൽ ഒരു ആർത്തവമുണ്ടായ ഒരു സ്ത്രീ പിന്നീട് അത് മറക്കേണ്ടതുണ്ടോ അല്ലേ? മറക്കാതെ പോകാൻ പറ്റുമോ? മറച്ചേ പോകാൻ പറ്റുള്ളൂ എന്നൊരു ചർച്ച തന്നെ യഥാർത്ഥത്തിൽ അനുവദനീയമല്ലാത്ത ഒരു കാര്യമാകുന്നു എന്നാണ്.